കാർഷിക വാർത്തകൾ. റബ്ബർ വിപണി തിരിച്ചുവരവിന്റെ പാതയിൽ. തായ് മാർക്കറ്റിൽ റബ്ബറിന് കനത്ത തിരിച്ചടി. രാജ്യാന്തര റബ്ബർ വിപണി കഴിഞ്ഞ ദിവസങ്ങളിലെ തകർച്ചയിൽ നിന്നും തിരിച്ചുവരവിനുള്ള ശ്രമം തുടരുന്നു. ഏഷ്യൻ റബ്ബർ ഉൽപാദക രാജ്യങ്ങളെയും അവധിയിലെ നിക്ഷേപകരെയും വിലത്തകർച്ച ഉലച്ചു. നിക്ഷേപ മേഖലയ്ക്ക് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളിലെ ഊഹക്കച്ചവടക്കാർ താഴ്ന്ന റേഞ്ചിൽ ഷോർട്ട് കവറിങ്ങിന് ഇന്ന് ഉത്സാഹിച്ചത് ഓഗസ്റ്റ് അവധിയിലെ കിലോ 284 യെന്നിൽ നിന്നും 300 ഉയർത്തിയെങ്കിലും കരുത്തു നിലനിർത്താനായില്ല. സാങ്കേതികമായി വിപണി ദുർബലാവസ്ഥയിലേക്ക് മുഖം തിരിച്ചത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറച്ചു. പ്രാദേശിക അവധിക്ക് ശേഷം ഇടപാടുകൾ പുനരാരംഭിച്ച തായ് മാർക്കറ്റിൽ റബ്ബറിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഷീറ്റ് വില ക്വിന്റലിന് 2272 രൂപ ഇടിഞ്ഞ് 17,204 രൂപയായി. പെട്ടെന്നുണ്ടായ വിലത്തകർച്ച ഇറക്കുമതിക്കാരെ ആകർഷിക്കുമെന്ന നിഗമനത്തിലാണ് ബാങ്കോങ്ങിലെ കയറ്റുമതി സമൂഹം. സംസ്ഥാനത്ത് വേനൽ മഴ ലഭ്യമായെങ്കിലും നിർത്തിവെച്ച ടാപ്പിംഗ് പൂർവ്വസ്ഥിതിയിലെത്താൻ കാലതാമസം നേരിടുമെന്നാണ് സൂചന. 4ാം ഗ്രേഡ് കിലോ 195 രൂപയിലും 5ാം ഗ്രേഡ് 192 രൂപയിലും സ്റ്റഡിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ കുരുമുളക് വില കുതിക്കുന്നു. 9 വർഷത്തിനിടെ ആദ്യമായി വില 700 കടന്നു. ഇന്ത്യൻ കുരുമുളക് വിപണി ചരക്കുക്ഷാമത്തിൽ ചൂടുപിടിച്ചെങ്കിലും രാജ്യാന്തര തലത്തിൽ ഉൽപ്പന്ന വിലയിൽ മുന്നേറ്റം പ്രകടമായി. ഈസ്റ്ററിന് മുന്നോടിയായി യൂറോപ്യൻ ബയ്യർമാർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നും പിൻവലിയാനുള്ള നീക്കത്തിലാണ്. അമേരിക്കൻ ഇറക്കുമതിക്കാർ പുതിയ നികുതികൾ മൂലം വാങ്ങൽ കുറച്ചത് വിയറ്റ്നാം മുളക് വിലയെ ചെറിയ അളവിൽ ബാധിച്ചു. കൊച്ചിയിൽ ഇന്ന് 42 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തിയതിൽ ഏറിയ പങ്കും ഉത്തരേന്ത്യക്കാർ ശേഖരിച്ചു. കർണാടകയിൽ നിന്നുള്ള വാങ്ങലുകാർ അതിർത്തി ജില്ലകളിൽ നിന്നും ചരക്ക് സംഭരിക്കുന്നുണ്ട്. അൺഗാർബിൾഡ് 71,500 രൂപയിലും ഗാർബിൾഡ് 73,500 രൂപയിലുമാണ്. ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $8,800. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ നാളികേര വിത്തുൽപാദന കേന്ദ്രം പ്രതിസന്ധിയിൽ. ആസ്ഥാനം ഗുജറാത്തിലേക്ക് മാറ്റാൻ നീക്കം. ജപ്തി ഭീഷണിയിലാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാളികേര വികസന ബോർഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനം. ഇതോടെ നേര്യമംഗലത്തെ ബോർഡിന്റെ 50 ഏക്കറിലെ വിത്തുൽപാദന കേന്ദ്രം ഗുജറാത്തിലേക്ക് മാറ്റുമെന്നാണ് സൂചന. ഇതിനായി ജുനഗഡ് കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ 40 ഏക്കറിലായിരിക്കും പുതിയ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിക്കുക. നേര്യമംഗലം തോട്ടത്തിന്റെ 1.71 കോടിയുടെ പാട്ട കുടിശ്ശികയുടെ പേരിലാണ് ജപ്തി. MG റോഡിനോട് ചേർന്നുള്ള 50 കോടിയിലധികം മൂല്യമുള്ള അരയേക്കർ ഭൂമിയിലെ 10 നിലയിലാണ് ആസ്ഥാന മന്ദിരമുള്ളത്. ജപ്തി ഒഴിവാക്കണമെന്ന ബോർഡിന്റെ കത്ത് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേരോൽപ്പന്ന വിലയിൽ പ്രതിദിനം വർധന. വിഷു ഈസ്റ്റർ വിപണി സജീവം. ഉത്സവ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഗ്രാമീണ മേഖലയിൽ നാളികേര വിൽപ്പന വേഗത്തിലാണ്. പച്ചത്തേങ്ങയുടെയും കൊപ്രയുടെയും വില അനുദിനം വർദ്ധിക്കുന്നത് കാർഷിക മേഖലയുടെ ആത്മവിശ്വാസമുയർത്തി. കാങ്കയത്ത് കൊപ്ര കിലോ 182 രൂപയ്ക്കും പൊള്ളാച്ചിയിൽ 180 രൂപയ്ക്കുമാണ് ഇടപാടുകൾ നടക്കുന്നത്. ബഹുരാഷ്ട്ര കമ്പനികൾ തമിഴ്നാട്ടിൽ നിന്ന് 178 രൂപയ്ക്ക് ചരക്ക് ശേഖരിക്കാൻ ശ്രമം നടത്തിവരികയാണ്. കൊച്ചിയിൽ കൊപ്ര കിലോ 175 രൂപയിലാണ്. പച്ചത്തേങ്ങയ്ക്കും അവിടെ കടുത്ത ക്ഷാമം മൂലം പല മില്ലുകാരും കിട്ടുന്ന വിലയ്ക്ക് ചരക്ക് സംഭരിക്കുന്നു. ഈസ്റ്റർ വിഷു വേളയിൽ കേരളത്തിൽ വെളിച്ചെണ്ണ വിൽപ്പന ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് നയങ്ങൾ റബ്ബർ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും. താരിഫ് കുറവുള്ള രാജ്യങ്ങൾ വിപണിയിൽ സജീവമാകുന്നതാണ് കാരണം. അമേരിക്കയുടെ താരിഫ് നയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ റബ്ബർ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. നിലവിൽ 27% തീരുവയാണ് റബ്ബർ അടക്കമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാന റബ്ബർ ഉൽപാദക രാജ്യമായ വിയറ്റ്നാമിന് തീരുവയില്ല. തുർക്കിക്ക് 10% മാത്രമാണ് താരിഫുള്ളത്. ഇതാണ് ഇന്ത്യൻ റബ്ബറിന് വെല്ലുവിളിയാകുന്നതെന്ന് ഓൾ ഇന്ത്യ റബ്ബർ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി സിംഗ് പറഞ്ഞു. നിലവിലുള്ള സ്റ്റോക്ക് വിറ്റഴിക്കലാണ് ആദ്യ പരിഗണന കൊടുക്കുന്നത്. US-ലെ ബയർമാർ താൽക്കാലികമായി ഉൽപാദനം നിർത്തിവെക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇൻവെന്ററികൾ തീർത്തുകഴിഞ്ഞാൽ മാത്രമേ പുതിയ ഡിമാൻഡ് ഉണ്ടാകൂ. താരിഫ് നയം നിലവിൽ വന്നതിന് ശേഷമുള്ള വിലനിർണ്ണയ വിടവ് അപ്പോഴേക്കും ഗണ്യമായി പ്രകടമാകുമെന്നാണ് കയറ്റുമതിക്കാരുടെ ആശങ്ക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ വർഷം ഇന്ത്യ കയറ്റുമതി ചെയ്തത് 2.87 ലക്ഷം ടൺ പഞ്ചസാര. സൊമാലിയൻ വിപണിയിലേക്കാണ് ഭൂരിഭാഗവും കയറ്റി അയച്ചിരിക്കുന്നത്. 2024-25 വിപണന വർഷം ഇതുവരെ ഇന്ത്യ 2.87 ലക്ഷം ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്തതായി വ്യാപാര സംഘടനയായ AISTA വ്യക്തമാക്കി.
ഇതിൽ 51,596 ടൺ സോമാലിയയിലേക്കാണ് കയറ്റുമതി ചെയ്തതെന്നും സംഘടന അറിയിച്ചു. ഏകദേശം 17,837 ടൺ പഞ്ചസാര ലോഡിംഗ് നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2024-25 വിപണന വർഷത്തേക്കുള്ള പഞ്ചസാര കയറ്റുമതി ഇന്ത്യയിൽ 2025 ജനുവരി 20 അനുവദിച്ചു. കയറ്റുമതിക്ക് അനുവദിച്ചിട്ടുള്ള ആകെ അളവ് 1 ദശലക്ഷം ടണ്ണാണ്. ഇക്കഴിഞ്ഞ ജനുവരി 20 കയറ്റുമതിക്കുള്ള അനുമതി നൽകിയത്. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ലിബിയ എന്നീ രാജ്യങ്ങൾക്കാണ് ഇന്ത്യ പ്രധാനമായും പഞ്ചസാര കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 194, ലാറ്റക്സ് 135, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 73,400, കുരുമുളക് അൺഗാർബിൾ 71,400, ഏലക്ക 2,600 മുതൽ 2,700 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.